മഴക്കാലം എന്ന് പറയുന്നത് നമ്മളുടെ ചെടികൾക്ക് നല്ലൊരു പുതിയൊരു ജീവൻ കിട്ടുന്ന സമയമാണല്ലേ. മഴ പെയ്യുന്നതും മഴയത്ത് കുളിച്ച് നിൽക്കുന്ന ചെടികളെ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. മഴക്കാലം നമ്മളുടെ ചെടികൾക്ക് വളരെ നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു സമയമാണെങ്കിൽ കൂടി നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് കുറച്ച് പേടിക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ. കാരണം ഒരല്പം ശ്രദ്ധ തെറ്റിയാൽ മതി നമ്മളുടെ ചെടികൾ വേരടക്കം തന്നെ ചീഞ്ഞു പോകും. സാധാരണ രീതിയിൽ നമ്മൾ മഴക്കാലം തുടങ്ങുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ചെടിച്ചട്ടിയുടെ ഡ്രെയിനേജ് ഹോൾ ചെക്ക് ചെയ്യുക, അധികം മഴ വേണ്ടാത്ത ചെടികളെയൊക്കെ ഒന്നും മാറ്റിവെക്കുക. ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഇതിനോടകം തന്നെ ചെയ്തു കാണുമല്ലോ. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ശ്രദ്ധിക്കാത്ത എങ്കിൽ ചെടിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഈ മഴക്കാലത്ത് സംഭവിക്കാറുണ്ട്. ദിവസവും മഴവെള്ളം ചട്ടിയിൽ വന്നു നിറയുമ്പോൾ നമ്മളുടെ ചെടിച്ചട്ടിയിലെ മണ്ണ് കട്ട പിടിക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇത് നമ്മളുടെ ചെടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതേപോലെ അടുത്തൊരു പ്രശ്നമാണ് നമ്മളുടെ ഇലകളിൽ കാണുന്ന ഈ ഒരു മഞ്ഞളിപ്പ്. പ്രധാനമായും മഴക്കാലത്ത് വരുന്ന ഒരു പ്രശ്നമാണ്. വെയിലിന്റെ അഭാവം കൊണ്ട് നമ്മളുടെ ഇലകൾ ഇതേപോലെ മഞ്ഞ കളറായി മാറാറുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ. എന്നാൽ ഇതിനൊക്കെ പറ്റിയ വളരെ ലളിതമായ പരിഹാര മാർഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മളുടെ ചെടിച്ചട്ടിയിലെ മണ്ണിന്റെ അവസ്ഥയാണ്. കണ്ടില്ലേ, ഇതേപോലെ നല്ല രീതിക്ക് തന്നെ കട്ട പിടിച്ചാണ് നമ്മളുടെ മണ്ണ് ഇരിക്കുന്നത്. ഇങ്ങനെ മണ്ണ് കട്ട പിടിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ഒട്ടും തന്നെ വായുസഞ്ചാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചെടിയുടെ വേരുകൾക്ക് ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ടൂൾസ് കൊണ്ട് നമ്മളുടെ ചെടിച്ചട്ടിയിലെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ താഴത്തേക്കൊന്നും ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചെടികളുടെ വേരിന് കേടുപാട് സംഭവിക്കും. അപ്പോൾ മേളിലുള്ള മണ്ണ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ശ്വാസം മുട്ടി നിൽക്കുന്ന ചെടികൾക്ക് അതൊരു ആശ്വാസമാണ്. അത് മാത്രമല്ല, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ വേരുകൾ പൊട്ടിപ്പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അത് ചെടികളുടെ വളർച്ചയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തു വരുന്നൊരു പ്രശ്നമാണ് നമ്മളുടെ ഇലകളിൽ കാണുന്ന ഈ ഒരു മഞ്ഞളിപ്പ്. അത് വേറൊന്നും കൊണ്ടല്ല, മഴക്കാലത്ത് പൊതുവെ വെയിൽ കുറവായിരിക്കുമല്ലോ. സൺലൈറ്റ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ചെടികളിൽ മഗ്നീഷ്യത്തിന്റെ കുറവ് വരും. അങ്ങനെ കുറവ് വരുന്നത് കൊണ്ടാണ് നമ്മളുടെ ചെടികളിൽ ഈ ഒരു മഞ്ഞ കളർ കാണുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ ഇവിടെ എപ്സം സോൾട്ട് എടുത്തിട്ടുണ്ട്. ഈ എപ്സം സോൾട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണിൽ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടാവുമ്പോഴാണ് നമ്മളുടെ ചെടികളിൽ വെള്ള കളറും മഞ്ഞ കളറും ഒക്കെ വരുന്നത്. ഈ ഒരു എപ്സം സോൾട്ട് 1 ലിറ്റർ ബോട്ടിൽ ഇതേപോലെ ചേർത്ത് കൊടുത്ത് ചെടികൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചെടികളിൽ നല്ല പച്ചപ്പും അതേപോലെ നല്ല ഉന്മേഷവും തിരിച്ചു വരാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഇത് അലിഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇത് മഴയില്ലാതെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ നമ്മളുടെ ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരിക്കലും ചെടികളുടെ ചുവട്ടിൽ ഇതൊഴിച്ചു കൊടുക്കരുത്. കാരണം മഴക്കാലം ആയതുകൊണ്ടാണ്. മഴക്കാലത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഏത് വളവും മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ താഴത്തേക്ക് ഒലിച്ചു പോകും. അതുകൊണ്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇലകൾ നന്നായിട്ട് തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തത് വലിച്ചെടുക്കുകയും ചെയ്തോളൂ കേട്ടോ. ഇതിലൂടെ ചെടികൾക്ക് പുതിയ ഇലകളൊക്കെ വരും. ഇത് ഔട്ട്ഡോർ പ്ലാന്റിനും മാത്രമല്ല നമ്മളുടെ ഇൻഡോർ പ്ലാന്റിനും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചെടികളൊക്കെ നല്ല ബുഷിയായിട്ട് വളരാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എപ്സം സാൾട്ടിന്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ്.
ബൊഗെയിൻ വില്ല പോലെയുള്ള ചെടികളിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നല്ല വലുപ്പത്തിൽ നല്ല കളറിൽ പൂക്കൾ ഉണ്ടാവാനൊക്കെ ഈ എപ്സം സോൾട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പുതിയൊരു ചെടി നട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെടികൾ പെട്ടെന്ന് വാടിപ്പോകാറില്ലേ, അതിനും ഈ ഒരു എപ്സം സോൾട്ട് പരിഹാരമാണ്. എപ്സം സോൾട്ട് ചേർത്ത വെള്ളം നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണുമായിട്ട് തന്നെ നമ്മളുടെ ചെടി പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെടാൻ ഇത് സഹായിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് നമ്മളുടെ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഈ എപ്സം സോൾട്ട് ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. ഈ മഴക്കാലം എന്ന് പറയുന്നത് നമ്മളുടെ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണല്ലോ. അതായത് നമുക്ക് പ്രത്യേക ചിലവുകളൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഈ ബൊഗെയിൻ വില്ലയുടെ ഈ ഒരു കളറിലെ കൊമ്പാണ് എടുക്കാൻ പോകുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ബൊഗെയിൻ വില്ലയുടെ കൊമ്പുകൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും. ബൊഗെയിൻ വില്ലയുടെ കമ്പുകൾ മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നൈസായിട്ടുള്ള, അതായത് തളിരിലകൾ ഒരിക്കലും മുറിച്ചെടുക്കരുത്. എന്നാൽ ഒരുപാട് മൂപ്പ് വന്നതും നമുക്ക് ആവശ്യമില്ല. ഇളം നിറത്തിലുള്ള നേരിയ രീതിയിലുള്ള തവിട് നിറം വന്നിരിക്കുന്ന കളേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കൊമ്പ് തന്നെ നോക്കി മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള കമ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ചരിച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിലെ ഇലകളൊക്കെ കളഞ്ഞ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കൊമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നടാനായിട്ടുള്ള ചട്ടി ഈ ഒരു ചെറിയൊരു ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വേര് പിടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ആദ്യം തന്നെ പോട്ടിൽ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബയോബിൻ കമ്പോസ്റ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നതിൻ്റെ ആവശ്യകത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മണ്ണിലുണ്ടാവുന്ന അസുഖങ്ങൾ തടയാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കറ്റാർവാഴയുടെ ഒരു ജെല്ല് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രകൃതിദത്ത റൂട്ടിംഗ് ഹോർമോൺ ആണ്. നമ്മൾ ചെടിയൊക്കെ നട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ കമ്പ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചീഞ്ഞ് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നത് കാണാറില്ലേ? അതൊക്കെ തടയാനായിട്ടാണ് കേട്ടോ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ലിൽ മുക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നട്ടതിന് ശേഷം മാറ്റി തണലത്താണല്ലോ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുന്ന ഈ ഒരു കമ്പിൽ ചെറിയൊരു ഈർപ്പം നിലനിർത്താനും കൂടിയാണ് കേട്ടോ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറ്റാർവാഴയുടെ ജെൽ ഒരു കോട്ടിംഗ് പോലെ നമ്മളുടെ ചെടിയുടെ ഈ ഒരു കൊമ്പിൻ്റെ അടിയിൽ നിൽക്കുന്നത് കൊണ്ട് കമ്പ് മണ്ണിലിരുന്ന് ഉണങ്ങിപ്പോകാതെ ആവശ്യത്തിനുള്ള ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ കൊമ്പായിട്ട് ജെല്ലിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ നമ്മളുടെ പോട്ടിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരെ കുത്തി വെച്ചതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളകിപ്പോരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പോട്ടി മിക്സിൽ കറ്റാർവാഴയുടെ ജെല്ലും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ടല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്നല്ല കേട്ടോ. കറ്റാർവാഴ ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ മണ്ണിലാണ് മിക്സ് ചെയ്യുന്നത്. ഇത് മണ്ണിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കമ്പ് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് കറ്റാർവാഴയും വേരുകൾ മണ്ണിലിരുന്ന് ചീത്തയായി പോകാതിരിക്കാൻ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ചെടിച്ചട്ടിയുടെ അടിയിലൂടെ വാർന്നു പോകുന്നതിന് ശേഷം മഴയൊന്നും കിട്ടാത്തൊരു സ്ഥലത്തേക്ക് ഈ ഒരു ചെടിച്ചട്ടി നമുക്ക് മാറ്റി വെക്കാം. ബൊഗെയിൻ വില്ലയുടെ കൊമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അതിന് മുള്ളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഡ്രസ്സിൽ ഉടക്കി
ആ കൊമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെക്കലാണ് കേട്ടോ നല്ലത്. നമ്മളന്ന് നട്ടുകൊടുത്ത മല്ലിയില നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് തക്കാളി തൈകൾ കൂടി ഉണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.